അമ്മേ, പത്രക്കാരെ അറിയിച്ചോ? അല്ല, ആശുപത്രിയിൽ KDF സ്ഥാനാർത്ഥിയെ കാണാൻ VDF സ്ഥാനാർത്ഥി വരുന്ന കാര്യം അറിയിച്ചോന്ന്? വാർത്തയാക്കല്ലോ. VDF സ്ഥാനാർത്ഥി ദേവികയുടെ വിശാല ഹൃദയത്തെക്കുറിച്ച് എഴുതി പിടിപ്പിക്കാലോ. വോട്ട് കിട്ടും. ഞാൻ അമ്മയെ കാണാനാ വന്നത്, പബ്ലിസിറ്റി ഉണ്ടാക്കാനല്ല. ആ, ഈ വാചകം തലക്കെട്ടായിട്ട് കൊടുക്കാം. കുറച്ച് നേരത്തെ നിങ്ങളുടെ പാർട്ടിയുടെ നേതാവും വന്നിട്ടുണ്ടായിരുന്നു, സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത്. ഇപ്പതാ സ്ഥാനാർത്ഥിയും. സന്തോഷമായി. അമ്മേ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇങ്ങനെ ഒരു വാർത്ത കേട്ട് ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നോ? എന്തിനാ വിഷമിച്ചേ? ഞാൻ ചത്തില്ലല്ലോ എന്ന് വെച്ചിട്ടാണോ? പ്ലാൻ ചെയ്തത് പാളിപ്പോയതിന്റെ വിഷമാണോ? ദയവ് ചെയ്ത് ഇങ്ങനൊന്നും പറയല്ലേ അമ്മേ. ഞാൻ ആകെ തളർന്നിരിക്കുക. പുറത്ത് രജനി ചേച്ചി ഓരോന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോ അങ്ങ് ഉരുകിപ്പോയല്ലേ? നേതാവും സ്ഥാനാർത്ഥിയും അഭിനയിച്ച് മരിക്കുക. ഒരു കാര്യം ചെയ്, എനിക്ക് അടിയേറ്റതിൽ ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിക്ക്. അമ്മേ, കൂടുതലൊന്നും പറയുന്നില്ല. ഭക്ഷണം കഴിക്കാൻ സമയമായില്ലേ, ഞാൻ എടുത്തു തരാം. നിക്ക്, ഞാനെടുത്ത് കഴിച്ചോളാം. ഞാൻ എടുത്തു തന്നാ അമ്മ കഴിക്കില്ലേ? കൊല്ലുന്നതിന് മുമ്പുള്ള ആഹാരം കൊടുക്കലാണോ? അമ്മ, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അമ്മയെ വിഷമിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കരച്ചിലും പിടിച്ചിലും ഒക്കെ ഇല്ലാതാവാൻ ഞാനൊരു വഴി പറയാം. മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെ, അന്ന് അനുസരിച്ചില്ല. ഇന്ന് എന്റെ ഈ അവസ്ഥ കണ്ടിട്ടെങ്കിലും മനസ്സ് മാറുന്നെങ്കിലും മാറട്ടെ എന്ന് വെച്ച് പറയുക. മത്സരത്തിൽ നിന്ന് നീ പിന്മാറണം. സിദ്ധു എത്ര നിർബന്ധിച്ചാലും ശരി, നീ മത്സരത്തിന് നിൽക്കരുത്. മാറണം. എങ്കിലെല്ലാം ശരിയാവും. എന്തു പറയുന്നു? എനിക്ക് ആ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ലമ്മേ. എന്നുവെച്ചാ നീ മത്സരിക്കാൻ ഉറച്ചു നിൽക്കുകയാണെന്നല്ലേ? ഇനി ഒരു പിന്മാറ്റം നടക്കുന്ന കാര്യമല്ലെന്ന് അമ്മയ്ക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം. അതെന്താ പിന്മാറ്റം നടക്കാത്തത്? മത്സരിക്കാനില്ലെന്ന് നീ പാർട്ടിയെ അറിയിച്ചാ മതി. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞാലും മതി. അവരോടൊക്കെ പറയാം, പക്ഷേ എന്റെ മനസാക്ഷിയോട് എന്ത് പറയും? ഓ, അതാണോ? മനസാക്ഷിയോട് എന്ത് പറയുമെന്നാണോ? മനസാക്ഷിയോട് പറയാൻ മടിയാണെങ്കിലേ ഒരു കത്തെഴുതിയാലും മതി. ഡിയർ മനസാക്ഷി, ഞാൻ വല്ലാത്ത പ്രശ്നത്തിലാണ്. സ്ഥാനാർത്ഥിയായത് കാരണം കുടുംബം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ്. വീട്ടില് സമാധാനം കിട്ടാത്ത സാഹചര്യമാണ്. രാജിവെക്കാൻ അനുവദിക്കണം എന്ന് ദേവിക ഒപ്പ്. മനസാക്ഷിയോട് പറയാൻ മടി. നീ വിചാരിച്ചാ മാറാം. പറ്റില്ലമ്മേ, ഇനി ഞാനങ്ങനെ വിചാരിക്കില്ല. കൂടെ നിന്നവരെ വഞ്ചിച്ചിട്ട് എന്റെ തീരുമാനം നടപ്പാക്കാൻ വയ്യ. എന്നാ സ്ഥാനാർത്ഥി ചെല്ല്. നാട്ടിൽ ഇറങ്ങി നടന്ന് 10 വോട്ട് പിടിക്കേ. ഇവിടെ നാടകം വേണ്ട. എന്താ അമ്മേ? നിന്നോട് ഇറങ്ങി പോവാനാ പറഞ്ഞത്. ഞാൻ പുറത്തുണ്ടാവും. അമ്മ ഡിസ്ചാർജ് ആയിട്ടേ പോവൂ. ഞാൻ ഭക്ഷണം എടുത്തു തരുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. ഞാൻ രജനി ചേച്ചിയോട് പറയാം.